വന്നിട്ടുള്ളത് ഒരു മോർണിംഗ് വ്ലോഗ് ആയിട്ടാണ്. അപ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞിട്ട് പിന്നെ കർട്ടനൊക്കെ നീക്കി കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇങ്ങനെ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങിയതാട്ടോ. പിന്നെ ഇതൊക്കെ പിന്നെ ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങൾ. അപ്പം അങ്ങനെ വാങ്ങിയതൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു റോസും വാങ്ങിയതാണ് കേട്ടോ. ഇത് വാങ്ങിയപ്പോൾ ഫുള്ള് ഇലകളൊന്നും ഇല്ലാതെ ഫുള്ളായിട്ട് ചെറിയ ചെറിയ റോസാപ്പൂക്കളേനി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് മുകൾക്ക് വന്നിട്ട് അതിൻ്റെ അടുത്ത് MS-ൻ്റെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഹെയർ കെയർ ഓയിലും പിന്നെ സ്കിന്നിൻ്റെ ഈ ഡാർക്ക്നെസ് ഒക്കെ പോകാനായിട്ടുള്ള അങ്ങനത്തെ ഒരു ഓയിലും ഉണ്ട്. ആ രണ്ടും ഞാൻ വാങ്ങിയിട്ടുണ്ടായിനി. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് തേച്ച് കഴിഞ്ഞിട്ട് തന്നെ ഒരു അരമണിക്കൂറോളം നിൽക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ തേച്ചിട്ട് പിന്നെയാണ് ഞാൻ എല്ലാ പരിപാടിയും ചെയ്യൽ. പിന്നെ ഇത് ഞാൻ ടു ഡു ലിസ്റ്റ് ചെയ്താണ്. ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാണ്. ഈ ഒരു വീഡിയോസ് എല്ലാം ഞാനൊരു 1 വീക്ക് മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം ഞാൻ ലോങ് ആയിട്ടുള്ള വീഡിയോ ഒന്നും ഇടലില്ല. ഏതായാലും ഇൻഷാല്ലാ ഇനി എന്നും ഇടാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പിന്നെ മുകളിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ അടിയിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. പിന്നെ എന്നും പറയണ പോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അങ്ങനെ അകെല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ പ്രിൻ്റ് എടുക്കാനായിട്ട് നിൽക്കുകയാണ്. എനിക്ക് ഈ ക്രിസ്മസിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുമല്ലോ, അതിനൊരു ഫ്രെയിം സെറ്റ് ആക്കാണ്ടായിനി. അപ്പോൾ അതും പിന്നെ കുറച്ച് പോളറോയിഡും ഉണ്ട്. അതെല്ലാം ഒന്ന് പ്രിൻ്റ് എടുത്ത് വെക്കുകയാണ്. പിന്നെ നേരത്തെ തന്നെ പ്രിൻ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ എടുക്കാൻ നിൽക്കണ നേരത്തെ ചിലപ്പോൾ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ആകെ സീനാവും. അതുകൊണ്ട് പിന്നെ ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ രാവിലെ തന്നെ എടുത്ത് വെക്കട്ടോ, അല്ലെങ്കിൽ അന്ന് രാത്രി തന്നെ എടുത്ത് വെക്കലുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അലക്കാനായിട്ടുണ്ടായിനി. പൊതുവേ ഞാൻ ഈ അലക്കണതൊന്നും വീഡിയോയിൽ ഇടലില്ല, ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഏതായാലും മോർണിംഗ് വ്ലോഗ് അല്ലേ, അത് വിചാരിച്ചിട്ട് എല്ലാം മോർണിംഗ് വ്ലോഗ് ആകുമ്പോൾ തന്നെ കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം പാടെ എടുക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ നേരെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ തേച്ചിട്ട് തന്നെ, അതായത് ആ ഓയിൽ തേച്ചിട്ട് തന്നെ ഇപ്പോൾ കുറച്ചധികം ടൈമായി. അപ്പോൾ പിന്നെ വേഗം ഫ്രഷ് ആവാന്ന് കരുതി അങ്ങനെ ഫ്രഷൊക്കെ ആയി വന്ന് ഞാൻ പിന്നെ മുകൾക്ക് പോയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു ഫ്രെയിം ഉണ്ടായിനി, അത് ചെയ്യാൻ നിൽക്കുകയാണ്. പിന്നെ ഈ ഒരു ഫ്രെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4x4 സൈസാണ്. വലിയ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ആ ഫോട്ടോ ഫ്രെയിം ഇങ്ങനെ ഫുള്ളായിട്ട് വെക്കാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ റിസ്ക് പിടിച്ച പരിപാടികളൊന്നും ഇല്ല. ഇനി മറ്റേത് എനിക്ക് കിട്ടല് മറ്റേ വിൻറ്റേജ് ഫ്രെയിം ആകുമ്പോൾ കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും അതെല്ലാം സെറ്റാക്കി വെക്കേണ്ടി വരും. ഇതൊരു വുഡൻ തീമിൽ വരുന്ന അങ്ങനത്തെ ഒരു ഫ്രെയിമാണ്. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് അത് പാക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. ഇത് പാക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാമെന്ന് കരുതിയിട്ടുള്ളത്, അതായത് ഷോർട്സ് ആയിട്ട്. അത് ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. പിന്നെ ക്രിസ്മസിനായിട്ടുള്ള ഗിഫ്റ്റ് അവൈലബിൾ ആണ്. അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിലൊന്ന് DM ചെയ്താൽ മതി. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വെച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലത്തെ സാധനങ്ങളൊക്കെ അതാത് സ്ഥാനത്ത് തന്നെ കൊണ്ടുപോയി വെക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ മോർണിംഗിൽ പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടില്ല. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ബൈ.